നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. റാവുത്തർ വക്കീലിനെ പോലെ ഒരാള് അങ്ങനെ വെറുതെ കേസുമായിട്ട് മുന്നോട്ട് പോയില്ല. അതാണ് എൻ്റെ ഒരു പേടി. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആത്മവിശ്വാസം നല്ലതാണെന്ന് കേട്ടിട്ടില്ല വക്കീലെ. അതാണ് അവരിപ്പോ കാണിക്കുന്നത്. അല്ലാതെ അതിൽ വേറെ കഴമ്പൊന്നുമില്ല. അങ്ങനെയാണേ നമ്മളായിട്ട് നാളെ കേസിന് കോടതി പോണമെന്നില്ല. വക്കീൽ ഹാജരായി നമ്മുടെ ഭാഗം പറഞ്ഞാ പോരെ. എന്തു പറയുന്നു വക്കീലെ? യെസ്, അംബരീഷ് പറഞ്ഞത് ശരിയാണ്. നിങ്ങളാരും നാളെ കോടതി വരണമെന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എന്തായാലും നാളെ കോടതിയിൽ ഞാൻ വരും. ജഡ്ജി ആ കേസ് ഫയൽ എടുത്ത് ഗിരിയുടെയും സുമിതയുടെയും മുഖത്തോട്ട് വലിച്ചെറിയുന്നത് എനിക്കൊന്ന് കാണണം. രണ്ടോ മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. നീ ഇവിടെയെങ്ങും അല്ലല്ലോ സുമി. അച്ഛമ്മ പോയതിൽ നിനക്ക് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? പോയവരിനി തിരിച്ചു വരില്ലല്ലോ സുമി. അച്ഛമ്മയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം നിന്നോടായിരുന്നു. കണ്ണില്ലാതായെങ്കിലേ കണ്ണിന്റെ വില അറിയൂ. അച്ഛമ്മ ഈ വീടിന്റെ വിളക്കായിരുന്നു. അച്ഛമ്മ പോയപ്പോഴാണ് ആ സത്യം നമ്മളൊക്കെ തിരിച്ചറിയുന്നത്. എന്റെ സങ്കടം അത് മാത്രമല്ല ഗിരി. അച്ഛമ്മ മരിച്ചതല്ല, അവരെ കൊന്നതാ. സ്വന്തം മോനോട് ക്രൂരത കാട്ടിയവർ ശിക്ഷ വാങ്ങുന്നത് കാണാൻ എന്റെ കൂടെ കോടതിയിലേക്ക് വരാൻ ഇറങ്ങിയതാ പാവം. ആ മരണം വെറുതെ ആയി കൂടാ ഗിരി. അച്ഛമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതും നമ്മൾ ചെയ്യണം. അതിന്റെ കൂടെ നിതീഷും അവന്റെ അമ്മയും അച്ഛമ്മയോട് ചെയ്ത ദ്രോഹത്തിന്റെ ശിക്ഷയും കൂടെ വാങ്ങിച്ചു കൊടുക്കണം. ഗിരിയുടെ അച്ഛന്റെ മരണത്തിന്റെ പിന്നിലെ സത്യം നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ. കേസ് ജയിച്ചേ പറ്റൂ ഗിരി. എങ്ങനെ സുമി? ഇനി നമ്മളത് എങ്ങനെ ചെയ്യാനാണ്? ഒന്നും തെളിയിക്കാൻ നമുക്കിനി കഴിയില്ല. തെളിവായി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ നമ്മുടെ കയ്യിൽ ഇനി എന്തായിരിക്കുന്നേ? വെറുതെ കോടതി ചെന്ന് അപമാനിതരാകാന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല നീ. എന്ന് ആര് പറഞ്ഞു ഗിരി? നമുക്ക് ചെയ്യാനുണ്ട്. കോടതി മുമ്പാകെ ഹാജരാക്കാൻ നഷ്ടപ്പെട്ടു പോയ ആ ഡയറിയെക്കാട്ടിലും വലിയ തെളിവുകൾ നമ്മൾ കണ്ടെത്തും. എന്ത് തെളിവ്? എന്തിന്റെ കാര്യമാണ് നീ പറയുന്നേ? ശരി, നമുക്ക് ആ വഴിക്ക് നീങ്ങാം. എന്തായാലും തൽക്കാലം നമ്മുടെ കുഞ്ഞിന്റെ കാര്യം തന്നെയാണ് പ്രധാനം. ഡോക്ടർ പറഞ്ഞത് സുമി കേട്ടില്ലേ? നാളെയോ മറ്റന്നാളോ പോയി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. നിന്റെ ഡെലിവറി നടക്കട്ടെ, അതിനുശേഷം നമുക്ക്. നോ, ഇല്ല ഗിരി, അതുടനെ ചെയ്യണം. കാലതാമസം നേരിട്ട ചിലപ്പോ ആ സാധ്യത അടഞ്ഞു പോകും. നമുക്ക് അവസാനത്തെ വഴിയും കൂടെ നഷ്ടപ്പെട്ടെന്ന് വരും. ഈ ഫൈറ്റ് നമ്മൾ തുടരുന്നു, ജയിക്കാൻ വേണ്ടി തന്നെ തുടരുന്നു. ഗിരി എന്റെ കൂടെ നിന്നേ പറ്റൂ, പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ഇവരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടു. പ്രീതി പറയുന്നതനുസരിക്ക്. അനുസരിക്കാം. പകരം നിങ്ങൾക്ക് എന്റെ മോളുടെ ജീവൻ മടക്കി തരാൻ പറ്റുമോ? കഴിയൂന്ന്. ഏറിപ്പോയാ 2-3 ദിവസം, അത്ര നേരം എന്റെ മോളുടെ ശ്വാസമെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? ഏറിപ്പോയാ 2-3 ദിവസം, അത്ര നേരം എന്റെ മോളുടെ ശ്വാസമെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? അതിനിടെ ഞാൻ എന്റെ അർജുനേട്ടനെ ഒപ്പിട്ട് തന്ന അവളുടെ ഹൃദയവും ശ്വാസകോശവും വെട്ടിമുറിച്ചെടുക്കാം.
മരണം എന്ന കനിവ് കാത്ത് അവൾ മരുന്ന് മണമുള്ള ഈ യന്ത്രങ്ങൾക്കിടയിൽ കിടക്കണം. അത് വേണ്ട. വെയിലും നീലാവും കാറ്റുവേറ്റ് എന്റെ ഈ മാറിൽ കിടന്ന് അവൾ അന്ധശ്വാസം വലിച്ചോട്ടെ. വേണ്ട, അവളെ തടയണ്ട. ആ കുട്ടി എങ്ങോട്ടാ പോകുന്നേ? അറിയില്ല. എന്ത് മണ്ടത്തിലാ കുട്ടി കാണിക്കുന്നേ? എങ്ങോട്ടാ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്? മണ്ടത്തരല്ല സിസ്റ്റർ. തന്റെ കുഞ്ഞിനൊരു ആപത്ത് വരുമ്പോ ഒരമ്മ എന്തും ചെയ്യും. ശാസ്ത്രത്തെയും പ്രകൃതി ശക്തിയുടെ ഒക്കെ വെല്ലുവിളിക്കും. അവൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരിടം മാത്രമേ ഉള്ളൂ, പിന്നെ അഭയം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തിരുമേനി, കരുണ കാട്ടണം. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സ്ഥാനവും തിരുമേനിക്ക്. കൈവിടരുത്. ശരി, ഇത്രയും പറഞ്ഞത് വെച്ച് ഒരു വിട്ടുവീഴ്ചയാവാം. പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ശ്രീകോവിൽ നടയൊന്നും തുറന്നു തരാൻ സാധ്യമല്ല. പ്രാർത്ഥന കഴിഞ്ഞ് ചുറ്റമ്പലത്തിന്റെ വാതിൽ ചാരി സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് പൊയ്ക്കോളൂ. വളരെ ഉപകാരം തിരുമേനി. ദേവി പള്ളി ഉറങ്ങുന്ന സമയത്ത് എന്ത് പ്രാർത്ഥനയാണാവോ? പാറുവിന് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥനയിൽ ഇവിടെ പള്ളി ഉറങ്ങുന്ന ദേവി താനെ നട തുറക്കും തിരുമേനി. ദീപങ്ങൾ തെളിയും, മണി മുഴങ്ങും. ദേവിയും എന്നെ പോലൊരു സ്ത്രീയാ, അമ്മയാ. ഒരമ്മയുടെ വേദനയിലേക്ക് കാത് കൊട്ടിയടച്ച് സ്വസ്ഥമായി പള്ളി ഉറങ്ങാൻ ആവില്ലൊരു ദേവിക്ക്. പ്രാർത്ഥനയോ എന്തു വേണമെന്ന് വെച്ചാ ആയിക്കോളൂ. എന്നെ കുഴപ്പത്തിലാക്കാതിരുന്നാ മാത്രം മതി. ദേവി, അമ്മേ, മഹാമായേ, കാത്തുരക്ഷിക്കണേ. പരാതിയുമായി ഞാൻ വരുന്നുണ്ടെന്നറിഞ്ഞ് നട അടച്ചു കളഞ്ഞു അല്ലേ? വാതില് കൊട്ടിയടച്ചു കഴിഞ്ഞാ കേൾക്കണ്ടല്ലോ ചങ്കുപൊട്ടികൾ ഏത് നിലവിളിയും. കാണണ്ടല്ലോ കണ്ണു കീറിക്കളയുന്ന കാഴ്ചകളൊന്നും. ഇതുകൊണ്ടൊന്നും
ഇതുകൊണ്ടൊന്ന് രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കില്ല ഞാൻ നിങ്ങളെ. എന്റെ കുഞ്ഞിന്റെ പ്രാണൻ പറഞ്ഞു പോകുന്ന നേരത്ത് സുഖമായി പള്ളി ഉറങ്ങാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഈ തിരുനടയിൽ തലയടിച്ച് ചോര ചിതറി ചാവും ഞാൻ. നെയ്യും പാലും പൂവും കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട നിങ്ങൾക്ക് പുതിയ പൂജാ പുഷ്പമാകും ഈ ഭക്തിയുടെ രക്തം. ഇത് സത്യം, സത്യം, സത്യം. ദേവി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പേപ്പറിൽ ഞാൻ ഒപ്പുവെക്കുമ്പോഴുണ്ടായിരുന്ന ഒരാഗ്രഹവും ഇപ്പൊ എനിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം എല്ലാവരുടെയും ജീവിതത്തിലെ നടക്കാത്ത സ്വപ്നങ്ങൾ മാത്രമാണെന്ന് കരുതി ഞാൻ എഴുതി തള്ളിയപ്പോ അതൊക്കെ ജീവിതം കൂടിയാണെന്ന് എന്നോടൊപ്പം ജീവിച്ച് കാണിച്ചെന്ന ആളാ താൻ. മറ്റൊരാളിൽ വർഷങ്ങളായി ഞാൻ കണ്ട മുഴുവൻ ആഗ്രഹങ്ങളും വെറും 181 ദിവസം കൊണ്ട് താൻ എനിക്ക് സാധിച്ചു തന്നു എന്നതാ ശരി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അർച്ചനയുടെ ഓർമ്മകൾ മതി എനിക്ക്. കരഞ്ഞുകൊണ്ട് ഈ മുറിയിൽ ജീവിതം തുടങ്ങി നമ്മൾ കരഞ്ഞുകൊണ്ട് തന്നെ വേർപിരിയുക. ചേർത്ത് വെച്ചതിനെ പിരിക്കാൻ വളരെ എളുപ്പം. പിരിയുമ്പോഴാ അതിന്റെ വേദന നമ്മൾ അറിയുന്നത്. നാളെ ഈ സമയത്ത് താനിവിടെ ഉണ്ടാവില്ലെന്ന ബോധ്യം എന്റെ സമനില തെറ്റിക്കുന്നുണ്ട്. എങ്കി പോണ്ടെന്ന് പറഞ്ഞൂടെ? എനിക്ക് സച്ചേട്ടന് ഒരുപോലെ വിഷമമുണ്ടെങ്കിൽ ഇനി നമുക്കതിനെ കുറിച്ച് ആലോചിക്കണം സച്ചേട്ടാ. എന്നോട് പോണ്ടെന്ന് പറയുന്നത് കേൾക്കാനാ ഈ 181 ദിവസവും ഞാൻ കാത്തിരുന്നത്. കണ്ണീര് കൊണ്ടുള്ള ഇറക്കി വിടല് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതാ പൊരുത്തപ്പെടാൻ പറ്റാത്തവരല്ലേ വേർപിരിയുന്നത്. നമ്മൾ അങ്ങനെയാണോ? ഇനിയും എന്നെ മനസ്സിലായില്ലേ സച്ചേട്ടന്? 6 മാസത്തേക്ക് നിബന്ധനകളെല്ലാം സമ്മതിച്ച് ഞാനിവിടെ ജീവിച്ചത് എന്നെ എന്തെങ്കിലും സച്ചേട്ടൻ അംഗീകരിക്കുമെന്ന് കരുതിയിട്ടാ. ഇന്നൊരു രാത്രി കൂടി അതുണ്ടായില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ ഒരു
അത്യാഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കാം, എന്നോട് പറഞ്ഞൂടെ പോണ്ടെന്ന്? സച്ചേട്ടന്റെ ഭാര്യയെ ഇവിടെ തുടരാൻ എന്നെ അനുവദിച്ചൂടെ? എനിക്ക് സച്ചേട്ടനോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിൽ ന്യായമുണ്ടോ? ഒരു ന്യായമില്ല. അവൻ സ്വാർത്ഥനാണ്. അവന്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മാത്രമേ അവന് വലുതായിട്ടുള്ളൂ. എന്റെ പെങ്ങളെ അവന് മടുത്തപ്പോ അവൻ കൊന്നുകളഞ്ഞതും അതുകൊണ്ട് തന്നെയാ. അതിനെല്ലാം എനിക്ക് അവനോട് കണക്ക് ചോദിക്കണം. അതിനാദ്യം മാളൂന് സ്വന്തമാക്കണം. രാഹുൽ എനിക്ക് മാളൂനെ നേടിത്തന്ന രാഹുലിന് സ്വപ്നം കാണാത്തത്ര സ്വത്തും പണവും രാഹുലിന്റെ സ്വന്തമാവും. ഇന്ന് തള്ളി പറഞ്ഞവരെല്ലാം അന്ന് രാഹുലിനെ തലയിലേറ്റി വാഴിക്കും. ഇന്ന് രാഹുൽ നിഴലിലാണെങ്കിൽ നാളെ രാഹുൽ ചക്രവർത്തിയായിട്ട് വിലസും. മതി, അത് മതി. ഇത് ഡീലാണ്, പക്കാ ഡീൽ. അയ്യോ, ദേ നാത്തൂൻ ഇവിടെ ഇരിക്കായിരുന്നു. ഞങ്ങൾ എവിടെയെല്ലാം പോയി നോക്കി. എന്താ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ? ജാനകിയമ്മയാണല്ലോ. അവരെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഇനി ഇങ്ങോട്ട് വരുവാണെന്ന് പറയാനോ മറ്റോ ആയിരിക്കോ? ഏതായാലും നോക്കട്ടെ. ഹലോ, ദേവയാനി തിരക്കിലാണോ? അല്ല. എന്താ ജാനകിയമ്മേ? ദേവയാനി അന്ന് ഗംഗയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാ എനിക്കും അങ്ങനെ ഒരു ചിന്ത വന്നത്. എന്റെ മനസ്സിൽ എന്നും അവളൊരു കൊച്ചുകുട്ടിയല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. അത് ശരിയാ. പക്ഷേ പെൺകുട്ടികളുടെ വളർച്ച പെട്ടെന്നല്ലേ. നേരായ സമയത്ത് വിവാഹം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ രക്ഷിതാക്കൾക്കല്ലേ? അതെ. ഇപ്പോ ഗംഗയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആണോ? ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ. അതെ, നല്ല കൂട്ടരാ, നല്ല പയ്യൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ മോളെ അവൻ പൊന്നുപോലെ നോക്കും. ആണോ? ജാനകിയമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാൻ വഴിയില്ല. അതെ. മറ്റന്നാള് ഞാൻ അവരുമായി ഗംഗയെ പെണ്ണ് കാണാൻ അങ്ങോട്ട് വരാന്ന് വിചാരിക്കുക. അതിനെന്താ, ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാ. പിന്നെ പെണ്ണുകാണൽ ഇവിടെ വച്ചായാൽ ഞങ്ങൾക്കും പയ്യനെ ഒന്ന് കാണാൻ പറ്റൂലോ. അതോടോർത്താ അവിടെ വെച്ച് ചടങ്ങ് നടത്താൻ ഞാനും തീരുമാനിച്ചത്. ദേവയാനിക്ക് അറിയാലോ, ഗംഗയ്ക്കും എനിക്കും ബന്ധുക്കളെന്ന് പറയാൻ നിങ്ങളൊക്കെ തന്നെയുള്ളൂ. അത് പിന്നെ ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നേ. ഈ വീട്ടിലൊരു വിവാഹം പോലെ തന്നെ നമുക്കിത് നടത്താം. എങ്കിൽ ദേവയാനി തന്നെ ഈ സന്തോഷ വാർത്ത ഗംഗയോട് പറയണം. ശരി ജാനകിയമ്മേ, ഗംഗയോട് ഈ കാര്യം പറഞ്ഞ് അവളെ റെഡിയാക്കി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ശരി, നേരിൽ കാണാം. സമാധാനായി. എന്താ നാത്തോനെ, എന്താ കാര്യം? ഞാനന്ന് ജാനകിയമ്മയോട് സംസാരിച്ചതിന് പ്രയോജനമുണ്ടായി. ഗംഗയ്ക്ക് ഒരു പയ്യനെ അവര് കണ്ടെത്തി. ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു എന്നല്ല, മംഗലശ്ശേരിയിലെ ആരും ഇപ്പൊ ഈ വിവരം അറിയാൻ പാടില്ല. മറ്റൊരു പെണ്ണുമായിട്ട് അവന്റെ വിവാഹം നടക്കാൻ പോകുന്ന സമയം ഇത്. മോൾക്കറിയാലോ, അവന്റെ ബന്ധുക്കളെല്ലാം ആ വിവാഹം നടന്നു കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഇടയിലേക്ക് ഇങ്ങനൊരു വാർത്ത ചെന്നാലുള്ള അപകടാവസ്ഥ നീ എന്താ ഓർക്കാത്തത്?
1-2 മാസത്തിനുള്ളിൽ ശ്രീകുട്ടിക്ക് നടക്കാൻ സാധിക്കും. അത് സഞ്ജു അറിഞ്ഞാൽ അവൻ പിന്നെ ആ വിവാഹത്തിന് സമ്മതിക്കൂ? വിവാഹം മുടങ്ങിയ ദക്ഷ ഇറങ്ങിയിരിക്കൂ. പ്രഭ പറയുന്നത് സത്യമല്ലേ മോളെ? ദക്ഷ എന്റെ മോളെ അപകടപ്പെടുത്താൻ ഇവിടെ എത്തും. സഞ്ജുവിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ചിന്തയും ഇപ്പൊ ശ്രീകുട്ടിയുടെ മനസ്സിലില്ല. അതിനായിട്ട് നീ ചരട് വലിക്കുകയും വേണ്ട. അവൻ തിരിച്ചു വിളിക്കുക. നീ അവനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പറയാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അത് വേണ്ട മോളെ. നിന്റെ പ്രാർത്ഥന കൊണ്ടാ ശ്രീകുട്ടിക്ക് പിച്ച വെക്കാനെങ്കിലും ആയത്. നീയായിട്ട് അവളെ വീണ്ടും തളർത്തി കിടത്തരുത്. അച്ഛന്റെ അപേക്ഷ. അവൻ ദക്ഷയുടെ മകളെ തന്നെ വിവാഹം കഴിക്കട്ടെ. മംഗലശ്ശേരിക്കാരുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. ശ്രീകുട്ടിയും കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനിച്ചതാ. എനിക്ക് 2 മക്കളുണ്ട്. ശ്രീകുട്ടിക്ക് സുഖപ്പെട്ട നമ്മള് ഈ നാട് വിടും. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം. നിന്റെ സങ്കടം അച്ഛനും മനസ്സിലാവും. കഴിഞ്ഞു പോയതെല്ലാം മറ്റൊരു ജന്മത്തിലാ. ആരോടും ശാപവാക്കുകൾക്കോ പ്രതികാരത്തിനോ ഇനി എന്റെ കുട്ടികൾ ഇരയായി തീരാൻ പാടില്ല. മോളെ, നീ മംഗലശ്ശേരി പോയതോ സഞ്ജു ഇവിടെ വന്നു പോയതോ ഒന്നും പ്രഭയ്ക്കറിയില്ല. അമ്മ ആഗ്രഹിക്കഴിഞ്ഞിട്ടൊന്നും അല്ല. നമുക്ക് ആ ബന്ധം വേണ്ട. ശ്രീകുട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ച കാര്യം പുറത്തൊരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. നമ്മൾ ഈ നാട് വിട്ടു പോകുന്നതുവരെ അത് രഹസ്യമായി ഇരിക്കണമെന്ന് പ്രഭയ്ക്ക് നിർബന്ധമുണ്ട്. അമേരിക്കയിലെ ഡോക്ടേഴ്സ് വരെ എഴുതി തള്ളിയ കാര്യമാ. അവിടുന്ന് അവളെ ദൈവകൃപ കൊണ്ട് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. സഞ്ജുവോ മറ്റാരെങ്കിലും ഈ വിവരം അറിഞ്ഞ് മനയിലേക്ക് വന്നാലേ പ്രഭയ്ക്ക് അത് താങ്ങാനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാസ്ത്രികൾ എന്ത് മനസ്സിൽ വെച്ചാ അത് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും അനർത്ഥങ്ങളുണ്ടോ? അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒട്ടനവധിയാണ്. നേരിടാനുള്ള മനഃശക്തിയാണ് ആർജിച്ചു വെക്കേണ്ടത്. ശാസ്ത്രികൾ സഞ്ജുവിന് വേണ്ടി 2 വിവാഹ മുഹൂർത്തങ്ങളെ കുറിച്ച് തന്നത്. ഒന്ന് 11:45-നും 12-നും മധ്യേ, മറ്റൊന്ന് 12-നും 12:20-നും മധ്യേ. ഈ രണ്ടും 2 പെൺകുട്ടികളുമായിട്ടുള്ള വിവാഹത്തിനായിരുന്നു. അതെല്ലോ, ആദ്യം കുറിച്ച പെൺകുട്ടിയുമായുള്ള വിവാഹം നടക്കാതെ വന്നപ്പോഴാണല്ലോ മറ്റൊരു പെൺകുട്ടിയായുള്ള വിവാഹം ഉറപ്പിച്ചത്. അതെ, ആ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. യഥാർത്ഥ മുഹൂർത്തത്തിൽ തന്നെ ശ്രീദേവിയുടെ മകന്റെ കല്യാണം നടക്കും. അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. അല്ല, അവ മുമ്പൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന് ശാസ്ത്രികൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിനുള്ള പരിഹാരക്രിയകൾ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്തതല്ലേ? അവനാ പോയി അത് ചെയ്തത്. അതിന്റെ ദോഷങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ശാസ്ത്രികൾ ഒന്ന് നോക്കി പറയാവോ?
മകന്റെ ജീവൻ ഇപ്പോഴും സംരക്ഷണ വലയം തീർത്തിരിക്കുന്നത് ആ താലിയാണ്. അതില് ഒരു ദേവീ ചൈതന്യം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴും ആ താലി ആ കുട്ടിയുടെ കഴുത്തിലുണ്ടോ? നിശ്ചയമായി അവളുടെ കഴുത്തിലുണ്ട്. അമ്മ സഞ്ജുന്റെ ഭാര്യയാണെന്ന് എല്ലാരും അറിയാൻ പോവാണോ? എന്റെ ദേഹം തളരുന്നു. അവളതൊരു പൂജാദ്രവ്യം പോലെ കഴുത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. ശ്രീകുട്ടിയുടെ കഴുത്തില സഞ്ജു താലി കെട്ടിയതെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളല്ല, ശ്രീദേവിയടുത്തിയല്ലേ? പക്ഷേ ശ്രീകുട്ടി താലി അണിയുന്നുമില്ല. ആ താലി നിങ്ങൾക്കൊരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കഴുത്തിലാണ് ഉള്ളത്. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? ആ താലി ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം നിങ്ങളുടെ മകന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാനാവില്ല. ആ താലി അവൾ സ്വയം അഴിച്ചു മാറ്റാനും പാടില്ല. ലക്ഷ്മി താലി വയ്ക്കാതെ എങ്ങനെ സഞ്ജുന്റെ വിവാഹം നടത്താനോ? അത് മുടങ്ങി പോകുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പിന്നെ എങ്ങനെയാ ശാസ്ത്രികള് എന്റെ മോന്റെ കല്യാണം നടക്കുന്നത്? ഞാൻ തുടക്കത്തിലെ പറഞ്ഞതല്ലേ വിവാഹത്തിലെത്താൻ വൈതരണികളുണ്ടെന്ന്. ഈ പറഞ്ഞ ദിവസം നിങ്ങളുടെ മകന്റെ രണ്ടാം കെട്ടിന് യോഗം കാണുന്നുമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കുറിച്ചു തന്ന മുഹൂർത്തത്തിൽ തന്നെ താലികെട്ട് നടക്കുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവരെന്തിനാ ശേഖറിനെ ഭയപ്പെടുന്നേ? ഇവരും ശേഖറും തമ്മിൽ എന്താ കണക്ഷൻ? ഈ സാഹചര്യത്തിൽ രാധികാന്റിയാണ് പോളിസി പേപ്പർ ഇവിടേക്ക് അയച്ചതെന്ന് ഇവരോട് പറയണ്ട. പറഞ്ഞ ഇവരിനിയും പേടിക്കും. തൽക്കാലം ഏതായാലും അക്കാര്യം ഇവരോട് പറയണ്ട. ശേഖറിനെ കുറിച്ച് ചോദിക്കാം. ആൻഡി, നിങ്ങളെന്തോ ഗൗരവമായിട്ടുള്ള ആലോചനയിലാണെന്ന് തോന്നുന്നു. ഏയ് ഒന്നുമില്ല. നീ എന്താ വന്നത്? അല്ല ആൻഡി, ആരെ ഈ ശേഖരമേനോൻ? അയാളാണ് ഗായത്രി അമ്മയെ കൊന്നതെന്ന് വിശാല് വിളിച്ചു പറഞ്ഞല്ലോ. അതിൽ വല്ല വാസ്തവം ഉണ്ടോ? ഉണ്ട്. വിശാൽ പറഞ്ഞത് സത്യം തന്നെയാ. ആ നെറികെട്ടവൻ തന്നെയാ ഗായത്രി ചേച്ചിയെ കൊന്നത്. അയാൾ ഇവിടുത്തെ വലിയ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണല്ലോ ഗായത്രി ചേച്ചി അവന്റെ പേരില് വലിയ തുകയ്ക്കുള്ള ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്തു കൊടുത്തത്. പക്ഷേ ആ നരകപിശാച് അതെല്ലാം മറന്നു. കൈയയച്ച് സഹായിച്ച ആളിനെ തന്നെ അവൻ കണ്ണിൽ ചോരയില്ലാതെ കൊന്നു തള്ളി. ഇങ്ങനൊരു കൊലച്ചത് ചെയ്യണമെങ്കിലേ അവൻ എന്തുമാത്രം ദുഷ്ടനാണെന്ന് നീ എന്ന് ആലോചിച്ച് നോക്കിയേ. അവന് ജീവപര്യന്തമല്ല, തൂക്കുകയറായിരുന്നു കൊടുക്കേണ്ടിയിരുന്നേ. അയാളാണ് ഗായത്രി അമ്മയെ കൊന്നതെന്നുള്ളത് ഉറപ്പാണോ? ഗായത്രി അമ്മയുടെ വിശ്വസ്തനായ ഒരാള് ഗായത്രി അമ്മയെ കൊല്ലണമെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണം വേണ്ടേ? എന്തായിരുന്നു കൊലപാതകത്തിനുള്ള മോട്ടിവേഷൻ? ഇവളെന്തിനാ ശേഖറിനെ കുറിച്ചും ഗായത്രിയുടെ മരണത്തെക്കുറിച്ചും ഒക്കെ ചികഞ്ഞ് അന്വേഷിക്കുന്നത്? ഇവർക്കും ശേഖറിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് വ്യക്തമാ. ഇവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അല്ല, ശേഖർ എന്തിനാ ഗായത്രി അമ്മയെ കൊന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടിയില്ലല്ലോ. അതെ, ശേഖറാണ് ഗായത്രി ചേച്ചിയെ കൊന്നതെന്ന് സംശയലേശമില്ലാതെ തന്നെ കോടതിയിൽ തെളിഞ്ഞതാണ്.
അതുകൊണ്ടാണ് കോടതി അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. തൽക്കാലം ജാസ്മിൻ ഇത്രേ അറിഞ്ഞാ മതി. അല്ലാതെ പഴയ കേസ് കെട്ടുകള് ഇപ്പോ വലിച്ച് പുറത്തിട്ടിട്ട് എന്താ കാര്യം? പശുവും ചത്തു, മോരിലെ പുളിയും പോയി. അതുകൊണ്ട് ജാസ്മിന് ആവശ്യമില്ലാത്തതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നീ പോയി നിന്റെ കാര്യങ്ങൾ നോക്ക്. ചെല്ല് ചെല്ല്. ഇവരെന്താണ് രഹസ്യമായി ഒളിപ്പിക്കുന്നതെന്ന് കണ്ടെത്തണം. അത് ഞാൻ കണ്ടെത്തിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എന്തിനാ ചെയ്തപ്പെടുത്തേ? ഇതുകൊണ്ട് വേറൊരു പണിയുണ്ട് പ്രതാപ. എന്തു പണി? നീ വാ. ചേച്ചി, ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവനാ ഞാൻ. യഥാർത്ഥത്തിൽ ഞാനല്ല ഗായത്രി അമ്മയെ കൊന്നത്. പിന്നെ ആരാ അത് ചെയ്തത്? ഗായത്രി അമ്മയെ കൊന്നത് പ്രഭാവതിയാ. അവർ ഗായത്രി അമ്മയെ കൊന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ ചുമത്തുകയായിരുന്നു. ചേച്ചി എന്തെയും പോവാ. എന്റെ നിരപരാധിത്വം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടില്ല. ശേഖർ, മിസ്റ്റർ ശേഖർ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് എന്നെ തകർക്കാവുന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നോട് പകരം വീട്ടാനാണോ ഇവിടേക്ക് വന്നത്? അതേടി, നിന്നോട് പകരം വീട്ടാൻ തന്നെയാ ഞാനിവിടെ വന്നത്. നീ എന്നോടും ഈ കുടുംബത്തോടും കാണിച്ച ചതി എല്ലാരും അറിയണം. എല്ലാ സത്യവും പുറത്തു വരണം. നിങ്ങൾ ഒരു സത്യവും പറയില്ല. പറയേണ്ട സത്യങ്ങളൊക്കെ ഞാൻ പാർവതിയോട് പറഞ്ഞു കഴിഞ്ഞു പ്രഭാവതി. അതെ, ഇദ്ദേഹം എല്ലാ രഹസ്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. ഓ, അത് ശരി. അപ്പോ നിങ്ങൾ എന്നെ തകർത്തിട്ടേ അടങ്ങുമല്ലേ? എന്നാ പിന്നെ ഇനി നീ ജീവനോടെ ഇരിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ഒരു വീട്ടിൽ ഒറ്റ മനസ്സായി കഴിഞ്ഞിരുന്നവരാ നമ്മള്. ഇങ്ങനെ അകന്നു മാറി പോകുന്നു ഒരിക്കലും കരുതിയിരുന്നില്ല ശ്യാമേ. ആരകന്നു മാറിയെന്ന്? ഇവിടെ ആരും അകന്നിട്ടുമില്ല, മാറിയിട്ടുമില്ല. രണ്ടിടത്ത് താമസിക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സ് പക്ഷെ ഇപ്പോഴും ഒന്നാണേ. എനിക്കെന്തോ ആകെ ഒരു വെപ്രാളം പോലെ. നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ. ഒന്നും സംഭവിക്കില്ല എടുത്തി. ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ചില വിഷമങ്ങൾ, അത്ര തന്നെ. ഞാൻ നിന്റെ വീട്ടിൽ പോയി. അമ്മ പറഞ്ഞു നീ അമ്പലത്തിൽ പോയേക്കാന്ന്. തിരികെ വരുമ്പോ ഇവിടെ വെച്ച് കാണാന്ന് കരുതിയാ ഇവിടെ കാത്തു നിന്നത്. എനിക്ക് തോന്നുന്നത് ദൈവമായിട്ടാ ഇന്ന് എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. എന്താ ശ്യാമേ? അശ്വതേച്ച് വിളിച്ചിട്ടാ ഞാൻ പോയത്. ആ, അമ്പലത്തിൽ അരുണേട്ടനും ഉണ്ടായിരുന്നു. ഈശ്വര, എന്നിട്ട് അരുൺ അശ്വതിയെ കണ്ടോ? കണ്ടു, പക്ഷേ ഭാഗ്യത്തിന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞില്ല. ഇതിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വരണം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അരുണേണ്ണു എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. അപ്പൊ ഞാൻ അരുണേണ്ണോട് പറഞ്ഞു, അകന്നിരിക്കുമ്പോ ബന്ധങ്ങൾ കൂടുതൽ ഉറയ്ക്കൂന്ന്. അമൃതെടുത്ത് വിഷമിക്കരുത്, ഒരുപാടങ്ങ് കടന്ന് ചിന്തിക്കാൻ വേണ്ട. എല്ലാം ശരിയാവുമെന്ന് മാത്രം മനസ്സിൽ ഉറപ്പിക്കാം. ശരിയാവും. നിക്ക്. നിനക്ക വെച്ചോ. എന്താ ഇത്? എന്തിനാ ഇത്? ഇത് ഞാനൊരു കരുതൽ പോലെ മാറ്റി വെച്ചിരുന്നതാ. നീ വെച്ചോ. എന്റെ മനസ്സ് സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞു പോയടുത്തേ. സത്യത്തില് വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ലെന്നും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും എനിക്ക് മനസ്സിലായി. ഒരമ്മയുടെ മക്കളെ പോലെ തന്നെയാ നമ്മളെ പറ്റി എനിക്ക് തോന്നുന്നത്. അമൃതയെടുത്ത് എന്നോടിപ്പോ കാണിച്ച സ്നേഹമില്ല മനസ്സിലെടുത്ത് തന്നെ ഞാൻ പറയാ. ഈ പൈസ എടുത്ത് തിരിച്ചു വാങ്ങണം. അതെന്താ ശ്യാമേ? അമൃതയെടുത്തി, ഞാൻ പൂർണ്ണ സ്നേഹത്തോടുകൂടി തന്നെ ഇത് തിരിച്ചറിഞ്ഞ്. എനിക്കുള്ളതുപോലെ അമൃതയെടുത്തേക്കും ഉണ്ടോ ഓരോ ആവശ്യങ്ങള്. ശ്യാമേ, നീ ഈ പൈസ തിരിച്ചു തന്നാ ഞാനിത് വാങ്ങും. പക്ഷെ പിന്നെ ഞാനും നീയും തമ്മിൽ ചേച്ചി അനിയത്തി ആയിരിക്കില്ല. എടുത്തി അങ്ങനെ പറയല്ലേ. കാശിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ദേ, അഖിൽ സാർ ഒരു ജോലി ശരിയാക്കാൻ വേണ്ടി പോയിരിക്ക. ആണോ? അതാ പറഞ്ഞത്. ഈ പൈസ എടുത്തി വെച്ചോ. അഖിക്ക് ജോലി കിട്ടുന്നതിൽ സന്തോഷം. പക്ഷെ ഈ പൈസ നീ എനിക്ക് തിരിച്ചു തരരുത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പണം വാങ്ങില്ലായിരുന്നു. പക്ഷെ ഇതെന്റെ സ്വന്തം ചേച്ചിയാ. ചേച്ചി സ്നേഹത്തോടെ തരുന്നത് ഈ അനിയത്തെ നിഷേധിക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുൺ, അഖില് പോയതിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? വൈകുന്നേരം കേറി വന്നത് മുതൽ ഇങ്ങനെയാണല്ലോ. ഒന്നുമില്ല, നീ കിടന്നോ. കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറ. അഖിലിനെ കാണാൻ ചെന്നിട്ട് അഖിലും ശ്യാമയും മോശമായ രീതിയിൽ എന്തെങ്കിലും പ്രതികരിച്ചോ? എന്താ സംഭവിച്ചേ? അവര് രണ്ടുപേരെയും തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു പോയ ആള് മടങ്ങി വന്നത് മുതല് വേറെ ആളായതുപോലെ. മറ്റേതോ ലോകത്ത് ജീവിക്കുന്നത് പോലെ ഒരേ ആലോചന. ആഹാരം പോലും നേരെ കഴിച്ചില്ല. എന്റെ ഐശ്വര്യം, നീ ദേവിതൊന്ന് വെറുതെ ഇരിക്കും. അത് ശരി, കുറ്റം ഇപ്പൊ എനിക്കായോ? ഞാനൊന്നും പറയുന്നില്ല.
എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സമാധാനമുള്ള ദിവസങ്ങളാ ഇന്നലെ മുതൽ. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതല് വീടിന് പ്രത്യേക ഒരു വെളിച്ചം വന്നതുപോലെയാ. ആ വെളിച്ചം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ദുഃഖപ്പായും വിരിച്ചിരിക്കുന്നേ? ഐശ്വര്യ, മിണ്ടിപ്പോരുത് നീ. വീട്ടിലും ഒരു സമാധാനം തരരുത്. ആ ഹലോ ചേച്ചി. ശ്യാമ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ വെച്ച് അരുണിനെ കണ്ടിട്ടുണ്ടാവോ? അറിയില്ല ചേച്ചി. അരുണേന് എന്തോ സംശയം വന്നിട്ടുണ്ട്, അത് ഉറപ്പാ. പക്ഷേ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പരീക്ഷണങ്ങളുടെ മുകളിൽ പരീക്ഷണങ്ങളാണല്ലോ ശ്യാമ സംഭവിക്കുന്നത്. എന്തായാലും ചേച്ചി ടെൻഷൻ ആവണ്ട. കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ അശ്വതിയെ വ്യക്തമായിട്ട് അരുണേട്ടൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ അന്വേഷിച്ചു വരും, അത് ഉറപ്പാ. ഈശ്വര. എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം ചേച്ചി എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ചേച്ചി വിഷമിക്കാതിരിക്കുക. ഈ പ്രശ്നത്തിൽ എന്തായാലും ചേച്ചി ഒറ്റപ്പെടില്ല, ഞാനും കൂടെ ഉണ്ടാവും. ശ്യാമേ, നീ തന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിലാ. അതിനിടയില് ഇതും കൂടി. ചേച്ചി അങ്ങനെയൊന്നും വിഷമിക്കണ്ട. ഒക്കെ വരുന്ന പോലെ നമ്മൾ നേരിടും. ശരി ശ്യാമേ. ശരി ചേച്ചി. എന്റെ കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ ആരാടി ഒരു പെണ്ണും ചെറുക്കനും കൂടി ബൈക്കിൽ അങ്ങോട്ട് പോയത്? അതാണ് വലിച്ചി സോഫി. അത് കുഞ്ഞേച്ചിക്ക് അടുത്തൊരു കമ്പനിയിലെ ഇന്റർവ്യൂവിന്റെ കാര്യം പറയാൻ വന്നതാ. കുഞ്ഞേച്ചിയുടെ ക്ലോസ് ഫ്രണ്ടാ. ഏത് ഫ്രണ്ടായാലും അവളോടും അവനോടും വഴിയിലൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറയണം. ഇപ്പോഴത്തെ പിള്ളേരുടെ വിചാരേ നമ്മുടെ 6 അടി ചെമ്മൺ പാതയും നാഷണൽ ഹൈവേയിലെ 6 വരി പാതയാണെന്നാ. വാടാ. രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇനി ആ ഫോൺ എടുക്കാത്തതിന്റെ കാര്യത്തിൽ വല്ല ക്രോസ് വിസ്താരവും കാണുമെന്ന്. വാ. നിങ്ങൾക്ക് ഇവിടെ ശമ്പളവും ശാപ്പാടെന്ന് ഇരുത്തിരിക്കുന്ന എന്തിനാ? എന്നെ എന്റെ അമ്മയെ അപമാനിക്കാനാണോ? തൃപ്പങ്ങോട്ട് നിന്ന് വന്നവന്മാരുടെ കൈയും കാലും തല്ലി ഒടിച്ച് റോട്ടിലേക്ക് തള്ളാത്തെന്താ? അതിന് ഞാൻ ഉത്തരം പറയായിരുന്നല്ലോ. സത്യം പറഞ്ഞ അവരെന്റെയും നിന്റെയും നെഞ്ചത്ത് ചവിട്ടിയിട്ടാ പോയത്. അപമാനം കൊണ്ടെന്റെ തല താഴ്ന്നുപോയി. കോട്ടയ്ക്കൽ നിന്ന് വന്ന് സംബന്ധം കൂടിയ നമ്മൾ തൃപ്പങ്ങോട്ട് കാലുകുത്തിയാൽ കാലുവെട്ടുന്ന ഭീഷണി. എന്റെ വീട്ടിൽ വന്ന് എന്നെ എന്റെ അമ്മയെ അപമാനിക്കാന്ന് വെച്ചാൽ? സാറേ, അവരെ കോടതി വിധിയെ കുറിച്ച് അറിഞ്ഞിട്ടാ വന്നത്. ആ വിധിയുടെ ബലത്തില് രാധ തിരിച്ചു വരുമെന്നും സുഭദ്രാമയെ പോലെ രാധ തൃപ്പങ്ങോട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നും ആ വേണ വക്കീൽ അവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അവന് കിട്ടിയത് ഇനിയും മതിയായിട്ടില്ല. ബാക്കി കൂടി കൊടുക്കുമ്പോ ശരിയായിക്കോളും. എന്തായാലും എന്റെ കയ്യിൽ നിന്ന് ദിവസക്കൂലി വാങ്ങി അന്നവും കഴിച്ചവന്മാരും
എന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയ ഈ മേഘനാഥൻ ക്ഷമിച്ചു കളയൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് തിരുത്തും ഞാൻ. അവന്മാരിപ്പോ എവിടെയാ ഉള്ളത്? തൃപ്പങ്ങോട്ട് മടങ്ങിപ്പോയോ? അതോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിക്കട്ടെ. ഇപ്പൊ വരാമേ. അയ്യോ സാറേ, എന്നാട്ടെ, ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിച്ച്. തൽക്കാലം നമ്മൾ എടുത്തിയാടി ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് പഴയ രാജഭരണ കാലമൊന്നുമല്ല, ജനാധിപത്യ കാലമാണ്. അതിൽ വ്യക്തമായ നീതിന്യായ വ്യവസ്ഥ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വന്ന കോടതി വിധിയോടെ രാധയ്ക്കും അനിയത്തിമാർക്കും ഒരു മേൽക്കൈ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതിന്റെ ധൈര്യത്തിലാണ് ആ അമ്പല കമ്മിറ്റിക്കാരോട് സംസാരിച്ചെന്നുള്ള ഉറപ്പ്. തൽക്കാലം കയ്യൂക്കൊണ്ട് നമ്മളവരെ നേരിടുന്നത് ബുദ്ധിമോശമാണ്. നിയമം കൊണ്ട് ജയിച്ചിരിക്കുന്നവരെ നിയമം കൊണ്ട് തന്നെ തടഞ്ഞു നിർത്തണം. അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. അതെ, വന്ന വിധി നടപ്പാക്കുന്നതിന് സ്റ്റേ വാങ്ങിക്കൊണ്ട് നമ്മൾ കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. അതിൽ ജയിക്കാനായാൽ പിന്നെ ആരും നമ്മുടെ നേർക്ക് വെല്ലുവിളിയുമായിട്ട് വരില്ല. ആദ്യം നീ ആ വഴി ചിന്തിക്കേ. നിയമത്തിന്റെ ഒരു കവറേജ് കിട്ടിയാലേ നിയമം ലംഘിക്കാനുള്ള പഴുതുകളും കണ്ടെത്താനാവൂ. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.